ഹായ് ഹലോ ദിസ് ഇസ് മീ അമൃത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ഐലൈനർ അസിസ്റ്റ് ട്രൈ ചെയ്ത് അത് 8 നിലയിലല്ല 10 നിലയില്ല 110 നിലയിൽ പാളിപ്പോയൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ ഞാൻ എങ്ങനെ മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന് വാങ്ങിയ ഒരു സാധനമാണ് ഇത്. ഇതിപ്പം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ക്രേസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് കേട്ടോ. അതായത് ഇതിൽ ഐലൈനറും ഉണ്ട് പ്ലസ് ഒരു സ്റ്റാമ്പ് ഡ്യൂ. അതായത് കറക്റ്റ് ആയിട്ട് നമുക്ക് വിങ് ലൈൻ ഒന്നും ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഇതിലൊരു സ്റ്റാമ്പ്, ഒരു സൈഡ് ഒരു സ്റ്റാമ്പ് പോലെയാണ്, അത് വെച്ച് ചുമ്മാ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിങ് ലൈനർ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. 299 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഞാൻ വാങ്ങിയേക്കുന്ന മിന്ത്രയിലാണ്. ഫ്ലിപ്കാർട്ടിലും നൈക്കയിലൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ലിങ്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കാം. ഇത് സ്മഡ്ജ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, പ്രിസിഷൻ ടിപ്പ് ആണ്, വിങ് സ്റ്റാമ്പ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഞാൻ വന്ന ആക്രാന്തത്തെ ആദ്യമേ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു സാധനം വരുന്നത്. സ്വിസ് ബ്യൂട്ടി ക്രേസ് എന്നാണ് ഇതിൻ്റെ. ഇതാണ് കേട്ടോ സ്റ്റാമ്പ്. എങ്ങനെ കാണിക്കുക, കാണുന്നുണ്ടോ? യെസ്, ഇതാണ് സ്റ്റാമ്പ് വന്നിട്ട് നമുക്ക് വിങ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എഡ്ജ്. എന്നിട്ട് ഇത് വന്നിട്ടൊരു ഇതാണ് പ്രിസിഷൻ എഡ്ജ് എന്ന് പറയുന്നത്. അപ്പം ഇതും കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പോകും. അപ്പം നമ്മൾ ഇപ്പം ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ തെറ്റിയെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ വൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ ഇട്ടു, ഇനി അതൊന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അത് അനങ്ങത്തില്ല. അങ്ങനെയാണ് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ഐയിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണോ നമുക്ക് വിങ് വേണ്ടത്. ഇപ്പോൾ കുറേ പേർക്ക് നേരെ പാരലൽ ആയിട്ടായിരിക്കും, കുറച്ച് പേർക്ക് മുകളിലേക്കായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഒരു വിങ് വന്നാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓ മൈ ഗോഡ്, ഓ അടിപൊളി. എൻ്റെ 2 വിങ് കറക്റ്റ് ആണോ നോക്കണ്ട, പക്ഷെ ഈ ഒരു സാധനം അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പ്രിസിഷൻ ടിപ്പ് കൊണ്ട് അത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് ലൈൻ ചെയ്തെടുക്കാം. ഞാൻ ഇവിടുന്ന് തുടങ്ങാം കേട്ടോ. നല്ല സുഖമുണ്ട് ഇതും കൊണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പം അറിയാത്തവർക്കാണെങ്കിലും നല്ല വൃത്തിക്ക് എഴുതാൻ വേണ്ടി പറ്റും. എനിക്ക് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഹേയ് നോക്ക്, സൂപ്പർ ആയിട്ടില്ലേ? അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. 299 നല്ല വേർത്താണ്. ഞാൻ ഈ സൈഡും കൂടെ ഒന്ന് പെട്ടെന്ന് എഴുതാം. ഞാൻ എഴുതുമ്പോൾ ഇവിടെ ആകത്തേ ഇല്ല, എന്തോ എനിക്ക് കറക്റ്റായിട്ട്. സൂപ്പർബ്, ഭയങ്കര ഇഷ്ടപ്പെട്ട റിസൾട്ട്. അടിപൊളിയാണ് കേട്ടോ. ഇനി നമ്മളിത് നേരത്തെ ഉണങ്ങാൻ വെച്ചതാണല്ലോ, ഇതിപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞേ ഇതുണ്ടോ. ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ഭയങ്കരമായിട്ട് സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. അവർ ഇത് തന്നെയാണ് പറയുന്നത്. ഡ്രൈ ആവണം. ഡ്രൈ ആവുന്നതിന് മുമ്പ് ഇത് പെട്ടെന്നൊന്ന് മായ്ച്ചിട്ടുണ്ടെങ്കിൽ അത് പോവും. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ റിസൾട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഇടയ്ക്ക് യൂസ് ചെയ്തതിൽ എനിക്ക് ഐ പ്രൊഡക്റ്റിൽ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് ഇത്. സ്വിസ് ബ്യൂട്ടീൻ്റെ ക്രേസ് എന്നാണ് കേട്ടോ പേര്. ഇങ്ങനെ ഉണ്ടാവും, അടിപൊളിയാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. യൂസ് ചെയ്ത് നോക്കേണ്ടവർ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ഞാൻ വേണമെങ്കിൽ ഒരു 10ൽ ഒരു ഔട്ട് ഓഫ് 10 I'll give ഒരു 15, ബിക്കോസ് അത്രയ്ക്കും സൂപ്പർബ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരയ്ക്കും. ബൈ.